Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് കയ്യിലൊരു ആർട്ട് വർക്ക് ചെയ്താലോ. അപ്പോൾ ഞാനൊരു മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ട്, ഒരു ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കയ്യിൽ മെഹന്തി ഇട്ടാലോ എന്ന് തോന്നി. ഞാനിപ്പോൾ മെഹന്തി ഒന്നും ഇടാറില്ല, പണ്ട് ഇടുമായിരുന്നു, കുഞ്ഞിലെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷേ എന്തോ കയ്യിൽ ഇടാറില്ല. പിന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് ഡിസൈൻസ് ഒന്നും അറിയില്ല കേട്ടോ. തോന്നിയതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി മെഹന്തി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാര്യമായിട്ട് എനിക്ക് ഡിസൈൻസ് ഒന്നും അറിയില്ല, മനസ്സിൽ തോന്നിയതുപോലെയൊക്കെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ്. അതുപോലെ ഏകദേശം ഒരു 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ മെഹന്തി ഇടുന്നവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് അത് വരണമെന്നൊന്നുമില്ല. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന അതേ ഡിസൈൻ തന്നെ വരണമെന്നില്ലല്ലോ. പിന്നെ എന്താണെന്നറിയില്ല, കൈയൊക്കെ പടപെടാന്ന് കിടന്ന് വിറക്കണുണ്ടായിരുന്നു കേട്ടോ. ഇതാകെ അലങ്കോലമാകുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇടയിൽ ഞാൻ നമ്മുടെ മണ്ഡല ആർട്ടിൻ്റെ ഡിസൈനൊക്കെ വരച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഇവിടെ ഞാനൊരു ഫ്ലവറിൻ്റെ രീതിയിൽ വരച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പെറ്റൽസിൻ്റെ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷെയ്ഡിങ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്, കാണാനായിട്ട് നല്ല രസമല്ലേ. സത്യം പറഞ്ഞാൽ എന്താ വരയ്ക്കണേന്ന് എനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ഡിസൈൻസ് ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തെടുത്തായിരുന്നു, പക്ഷേ അതൊന്നല്ല ഇട്ട് കൊടുത്തത്, മനസ്സിൽ തോന്നിയതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് പറയണം കേട്ടോ. പിന്നെ പണ്ട് മുതലേ എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ മൈലാഞ്ചിട്ടാലും ഇതുപോലൊരു സംഭവം ഞാൻ വരച്ചു കൊടുക്കായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തിരക്കേടില്ലാത്ത രീതിയിൽ ഇതുവരെ ആയിട്ടുണ്ട്. ഇനി താഴേക്ക് കൂടി ഒരു ചെറിയ ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. സൈഡിലേക്ക് കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റും ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഡോട്ടിട്ട് കയ്യിലും ഞാൻ അതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കുകയാണ്. ഇത്രയും മതി എന്ന് വിചാരിച്ചു, പക്ഷേ എന്തോ വിരൽ കണ്ടപ്പോൾ അവിടെയും കൂടി ഇട്ട് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങളിലേക്ക് ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോഴും എനിക്കെന്തോ ഒരു കുറവ് പോലെ തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ വിരലിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, അവിടെ നിന്ന് ഇതുപോലൊരു ഡിസൈൻ കൂടി വരച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ അത്ര കൊള്ളൊന്നും ആയിട്ടില്ല, എനിക്കിഷ്ടമായിട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ. പിന്നെ ഞാൻ കയ്യിലെ പുറത്തുള്ള ഭാഗത്തൂടി ഇട്ട് കൊടുത്തായിരുന്നു, അപ്പോൾ അതിൻ്റെ ഡിസൈനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇട്ട് കൊടുത്തത്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തതും. പിന്നെ നമ്മുടെ കുറച്ച് ഡിസൈൻസൊക്കെ കൂട്ടിയിട്ട് അങ്ങ് ഇട്ടെടുത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെഹന്തിയുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.